മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നവോത്ഥാന സന്ദേശയാത്രയിൽ മുതുകുളം ഗുരുകുലം കലാസാംസ്കാരിക വിദ്യാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി സംഘവും അണിചേർന്നു. കവയിത്രി മുതുകുളം പാർവതിയമ്മയുടെ ഇഞ്ചിക്കൽ ഭവനത്തിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നവോത്ഥാന സന്ദേശയാത്രയിൽ മുതുകുളം ഗുരുകുലം കലാസാംസ്കാരിക വിദ്യാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി സംഘവും പങ്കെടുത്തു. കവയിത്രി മുതുകുളം പാർവതിയമ്മയുടെ ഇഞ്ചക്കൽ ഭവനത്തിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. 2024 ജനുവരി 16 തുടങ്ങിയ ശതാബ്ദി ആചരണ പരിപാടികളുടെ സമാപനമാണ് 2025 ജനുവരി 16 ഇന്ന് തീരുന്നത്. ഒരു വർഷം നീളുന്ന ആചരണ പരിപാടികളാണ് കേരളത്തിലെമ്പാടും നടന്നു വരുന്നത്. ഇപ്പോൾ 2025 ജനുവരി 10 മുതൽ 16 വരെ ഈ ആചരണത്തോടനുബന്ധിച്ച് നടത്തുന്ന നവോത്ഥാന സന്ദേശ യാത്രയുടെ ഭാഗമാകാനാണ് നമ്മളിന്ന് പോകുന്നത്. ഈ യാത്ര തുടങ്ങിയത് ജനുവരി 10 ആശാൻ്റെ ജന്മസ്ഥലമായ കായിക്കരയിൽ നിന്നാണ്. സമാപിക്കുന്നത് ആശാൻ്റെ സ്മൃതി കുടീരത്തിനരികിലാണ് ഇന്ന് 16. അങ്ങനെ 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെ ഉള്ള യാത്രയുടെ സമാപനത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുന്ന ഒരു സാഹിത്യകാരൻ്റെ സ്മരണ എങ്ങനെയാണ് നടത്തുന്നതെന്ന് നമ്മുടെ മലയാളികൾ കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും വേണ്ടി. ആ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യമുണ്ടായി എന്നുള്ളത് വലിയ കാര്യമാണ്. ഗുരുകുലത്തിന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും പ്രിയപ്പെട്ട രക്ഷിതാക്കളും നൽകിയ ആ പിന്തുണയ്ക്ക് എല്ലാവരോടും അഭിനന്ദനങ്ങൾ പറയണം. ഈ അഭിനന്ദനം ഒട്ടും മുറിയാതെ തന്നെ നിങ്ങൾ വീട്ടിൽ ചെന്ന അച്ഛനോടും അമ്മയോടും പറയണം. എല്ലാ രക്ഷിതാക്കളും ഇങ്ങനെയുള്ള ഉദ്യമങ്ങൾക്ക് കൂട്ടുനിൽക്കുകയല്ല. എല്ലാ വിദ്യാലയങ്ങളും ഇത്തരം യാത്രയിൽ ഭാഗഭാക്കുകാകുകയില്ല. ഈ കാലാണ്ടും മറ്റ് പലതരത്തിലുള്ള യാത്രകൾ നടക്കുമ്പോൾ ഇത്തരം യാത്രകളിൽ ആര്, എങ്ങനെ, എന്തിന് എന്നൊക്കെയുള്ള ചോദ്യം വരും. അതെല്ലാം മാറ്റിവെച്ച് ചോദിച്ചപ്പോൾ തന്നെ തമാശയായിട്ട് ചോദിച്ചത് വളരെ കാര്യമായിട്ട് കണ്ട വിദ്യാർത്ഥികൾ ആരാണ് പലനയാറിൻ തീരത്തേക്ക് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ആദ്യം 20 പേര് കൈയോർത്തി, അടുത്ത ദിവസം ഞെട്ടിപ്പിച്ചുകൊണ്ട് 40 പേരായി. ഒത്തിരി സന്തോഷം. മുതുകുളം പാർവതിയമ്മയും ആശാനും തമ്മിലുള്ള ആ ബന്ധങ്ങളുടെ ഒരു പ്രതിഫലനത്തെ സംബന്ധിച്ചാണ് അത് പ്രധാനമായിട്ടുള്ളത്. കുമാരനാശാൻ ശ്രീബുദ്ധ ചരിതം എന്ന് പറഞ്ഞ നീണ്ട ഒരു കവിത ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, തർജ്ജമ ചെയ്തിട്ടുണ്ട്. എഡ്വിൻ ആർണോൾഡ് എന്ന് പറഞ്ഞ ഒരു വലിയ സാഹിത്യകാരൻ ലൈറ്റ് ഓഫ് ഏഷ്യ, ഏഷ്യയുടെ ദീപം, പ്രകാശം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഗ്രന്ഥം എഴുതിയിരുന്നു. അതിനകത്തെ ഈ കവിതയാണ്. അതിനകത്തെ അത് 6 കാണ്ഡങ്ങൾ, 6 പാർട്ടുകൾ അതിനുണ്ടായിരുന്നു. അതിനകത്തെ 4 കാണ്ഡങ്ങൾ, 4 പാർട്ടുകൾ ആശാൻ തന്നെ എഴുതി അത് അച്ചടിപ്പിച്ചു. 5ാമത്തേത് അദ്ദേഹം എഴുതി. കരുണ എന്ന് പറയുന്ന അദ്ദേഹം അവസാനം എഴുതിയ കൃതി ഉണ്ടല്ലോ, കരുണ കേട്ടിട്ടില്ലേ നിങ്ങൾ? കരുണ, കുമാരനാശാൻ എഴുതിയ കരുണ. ആ കരുണയോടൊപ്പം ഇത് ബോട്ടിൽ അദ്ദേഹം സൂക്ഷിച്ചു. ബോട്ടിനകത്തിരുന്ന് വായിച്ച് കേൾപ്പിച്ചു എന്നാണ് പറയുന്നത് പലരെയും കവിത, ഈ കരുണ. അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞിട്ട് ഇത് വെള്ളം കയറാത്ത രീതിയിലായിരുന്നു. ഭാഗ്യമായി ബോട്ട് മുങ്ങി, ആശാൻ മരിച്ചു. പിറ്റേന്ന് സെർച്ച് ചെയ്ത അവസരത്തിൽ ആശാൻ്റെ കൈവശമുണ്ടായിരുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈ 2 ഗ്രന്ഥങ്ങൾ കിട്ടി, കൈയെടുത്ത് കൊടുത്തു. കരുണയും ഈ പറയുന്ന മാത്യു ആർണോൾഡിൻ്റെ ഈ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ്റെ 5ാമത്തെ പാർട്ടും കിട്ടി. 5ാമത്തേത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് പ്രിൻ്റ് ചെയ്തു. 6ാമത്തെ ഭാഗം എഴുതി പൂർത്തിയാക്കാൻ ആശാന് കഴിഞ്ഞില്ല. ആശാൻ അതിനു മുമ്പ് മരണപ്പെട്ടിരുന്നു. ഒരുപാട് പേരെഴുതി അത്. എന്നിട്ട് മുതുകുളം പാർവതിയമ്മ ഈ ലൈറ്റ് ഓഫ് ഏഷ്യയുടെ 6ാമത്തെ ഭാഗം എഴുതിയിട്ടുണ്ട്, പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് ഇതാണ് ആ പുസ്തകം. ആശാനോടുള്ള മുതുകുളം പാർവതിയമ്മയുടെ ഭക്തിയും ആദരവുമാണ് ആ ലൈറ്റ് ഓഫ് ഏഷ്യയുടെ 6ാം പാർട്ട് പൂരിപ്പിക്കാൻ മുതുകുളം പാർവതിയമ്മയെ പ്രേരിപ്പിച്ചത്. ഇതിൻ്റെ N. ഗോപാലപിള്ള എന്ന് പറഞ്ഞ മഹാപണ്ഡിതനായിട്ടുള്ള ആളാണ് ഇതിന് ഈ കവിതയുടെ ആമുഖം, അവൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ആ കവിതയെക്കുറിച്ച് പറയുന്നുണ്ട്. പാർവതിയമ്മയുടെ കുടുംബാംഗങ്ങളായ നിർമ്മലാദേവി, ശ്രീകാന്ത് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു യാത്ര ആരംഭിച്ചത്. മുതുകുളം പാർവതിയമ്മ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി മുരളീധരൻ കുമാരനാശാനും പാർവതിയമ്മയും തമ്മിലുള്ള സാഹിത്യ ബന്ധത്തെക്കുറിച്ച് വിശദീകരിച്ചു. കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമിതി അംഗം M. കൃഷ്ണകുമാർ യാത്രയെക്കുറിച്ച് വിശദീകരണം നൽകി. PC അനിൽകുമാർ, പത്യൂർ വിഷൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ഗുരുകുലം സെക്രട്ടറി G. കൃഷ്ണകുമാർ, V. രഘുനാഥ്, V. അനിൽ ബോസ് എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.